മക്കളെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, എന്താ പറഞ്ഞേക്കുന്നത്? ലൈൻ എൽ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിന് ഇവിടെ എല്ലിന് പുറത്ത് എവിടെയോ പിയിൽ കൂടി എല്ലിന് പാരലായ ഒരു ലൈനെ വരയ്ക്കുക. അതിൻ്റെ പേരാണ് എം. ദെൻ എന്താണ്? പിയെ എല്ലുമായി കണക്ട് ചെയ്യുന്ന പോയിന്റാണ് ക്യൂ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? എമ്മില് ഏതെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്യുക, അവൻ്റെ പേരാണ് ആർ. ദെൻ ആറിൽ കൂടി പി ക്യൂവിന് പാരലായി ഒരു ലൈൻ വരയ്ക്കുക. അതാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. വരയ്ക്കണം. നോക്കിക്കോ, വരച്ചു. ഇതാണ് നമ്മുടെ ലൈൻ. ഈ ലൈന് നമ്മൾ കൊടുത്ത പേരാണ് എൽ. ഓക്കെ, പുറത്ത് എവിടെയോ ഒരു പി ചൂസ് ചെയ്യുന്നു. ഒരു പോയിന്റ്, ഈ പോയിന്റിന് ഞാൻ പി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ അകത്തി മാർക്ക് ചെയ്യാം. ഡിസ്റ്റൻസ് ഇച്ചിരി കൂടെ സ്പേഷ്യസ് ആയിട്ട് വരച്ചാൽ എത്രമാത്രം വലുതാക്കി വരക്കണോ അത്രയും നല്ലത് കേട്ടോ മക്കളെ. ഇതിന് പി എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? പിയെയും എല്ലിനെയും കൂടെ കണക്ട് ചെയ്യുന്ന പോയിന്റാണ് ക്യൂ എന്നവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് പിയിൽ നിന്ന് എല്ലിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. പിയിൽ നിന്നും എല്ലിലേക്ക് വരച്ചു. അപ്പോൾ ഈ ഇവിടെ ടച്ച് ചെയ്ത പോയിന്റിന്റെ പേരാണ് ക്യൂ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? പാരലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാ? പുറത്തൊരു പോയിന്റ് കണ്ടുപിടിക്കുക, അതിനെ ആർക്കാണോ പാരലൽ വരയ്ക്കേണ്ടത് അവിടേക്ക് വരയ്ക്കുക. ദെൻ ആ രണ്ട് പോയിന്റുകൾക്കും ആർക്ക് വരയ്ക്കുക, മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് എന്താ? ക്യൂവിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ക്യൂവിൽ കോമ്പസ് കൊണ്ടുവെക്കുന്നു. ഓക്കെ, ക്യൂവിൽ കോമ്പസ് കൊണ്ടുവെക്കുന്നു. കോമ്പസിനെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്തു. കോമ്പസിൽ ഇഷ്ടമുള്ള മെഷർമെന്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ടൊരു ആർക്ക് വരയ്ക്കുക. അപ്പം നമുക്ക് ആർക്ക് വരയ്ക്കാം. ആർക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി പിയിൽ വെച്ചും സെയിം പ്രൊസീജിയർ നടത്തണം. എവിടെ ചെയ്യണം? ഈ സൈഡ് ചെയ്യണോ, ഈ സൈഡ് ചെയ്യണോ? ഈ സൈഡ് ചെയ്യണം. കാര്യം ഇവിടെ എന്താ? ഇവിടെ റൈറ്റിൽ ചെയ്തെങ്കിൽ ഇവിടെ ലെഫ്റ്റിൽ ചെയ്യണം. കാര്യം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ എന്നതാണ് പാരലലിന്റെ കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആർക്ക് വരച്ചത് ഏതാ? ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഇവിടെ വരയ്ക്കുമ്പോൾ റൈറ്റ് സൈഡിൽ വരയ്ക്കണം കേട്ടോ മക്കളെ, അത് ശ്രദ്ധിച്ചോണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പസ് എടുത്തുകൊണ്ട് എവിടെ വെക്കുന്നു? നമ്മൾ പിയിൽ വെക്കുന്നു. കോമ്പസ് പിയിൽ വെക്കുന്നു. പിയിൽ കറക്റ്റാണോ ഇപ്പം ഇരിക്കുന്നത്? അല്ല. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിയിൽ കൃത്യം വെക്കുക. ഓക്കെ, ഇപ്പോൾ പിയിൽ കൃത്യമാണ് ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്കൊരു ആർക്ക് വരച്ചേക്കാം. വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇപ്പം ആർക്ക് വരച്ചു. ഇത്തിരി വലിയ ആർക്കൊക്കെ തന്നെ നമ്മൾ വരച്ച് വെച്ചേക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ആർക്കിൻ്റെ ലെങ്ത് എടുക്കണം അല്ലേ? അപ്പം നമുക്ക് ഈ താഴത്തെ നമ്മുടെ എൽ എന്ന് പറയുന്ന ലൈനിലെ ആർക്കിൻ്റെ ലെങ്ത് എടുക്കാം. കോമ്പസ് എടുത്തുകൊണ്ട് വന്നു. എന്ത് ചെയ്തു? ഈ പോയിന്റിൽ, ഇവിടുത്തെ പോയിന്റിൽ വെച്ചു. കണ്ടോ? കോമ്പസ് ഇവിടുത്തെ പോയിന്റിൽ വെച്ചു. എന്നിട്ടോ ആർക്കിൻ്റെ ലെങ്ത് എടുക്കാൻ പോകും. ലെങ്ത് എടുത്തു. ഇതാണ് ആർക്കിൻ്റെ ലെങ്ത്. ഇനി എന്ത് ചെയ്യണം? മുകളിൽ ഇതേ മെഷർമെന്റ് മാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നോക്കിക്കോ മക്കളെ, കോമ്പസ് എടുത്തുകൊണ്ട് പോവുക. ഇവിടെ വെച്ചു. എന്ത് ചെയ്യുക? പെർഫെക്റ്റ് ആയിട്ട് വെക്കുക. സൂം ചെയ്ത് കാണിച്ചു തരാം. പെർഫെക്റ്റ് ആയിട്ട് വെച്ചു. ഓക്കെ, എന്ത് ചെയ്യുക? ആർക്ക് വരയ്ക്കാം. വാ, നമുക്ക് ആർക്ക് വരക്കാം. ആർക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ആ ആർക്കിനെയും പിയെയും കൂടെ കണക്ട് ചെയ്തൊരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ ആയിരിക്കും പാരലൽ ലൈൻ. നമുക്ക് റെഡ് കളർ വരയ്ക്കാം. നമ്മൾ ലൈൻസ് ഒക്കെ റെഡ് കളർ വരയ്ക്കാം കേട്ടോ. നമ്മുടെ മെയിൻ ലൈൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് റെഡ് കളർ വരയ്ക്കാം. ഞാൻ ഈ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ എല്ലിന് പാരലൽ ലൈൻ. ഇവന് നമ്മൾ കൊടുക്കുന്ന പേരാണ് എം. ഇനി എന്താ പറഞ്ഞത്?
എമ്മിൽ ഒരു പോയിന്റ് എടുക്കുക. വേണ്ടേ, എടുത്തു, ഈ പോയിന്റ് എടുത്തു. ഇവന്റെ പേരാണ് ആർ. ഈ ആറിൽ കൂടി പി ക്യൂവിന് പാരലായി ലൈൻ വരയ്ക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആറിൽ നിന്നും പി ക്യൂ എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. പക്ഷേ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്ത് വരച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ വരയ്ക്കുന്നില്ല. എന്നാന്ന് വെച്ചാൽ ഓൾറെഡി പി ക്യൂ എന്ന് പറയുന്ന ലൈനിലേക്ക് ഇതേണ്ടേ ഈ വര വരച്ചിട്ടിട്ടുണ്ട് അല്ലേ, പിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ആറിൽ നിന്നും പി ക്യൂയിലേക്ക് വരയ്ക്കുന്നില്ല, കാര്യം ഓൾറെഡി ഒരു വരയുണ്ട്. ആ വര പിയിലെയാണ് ടച്ച് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം? പിയിൽ കുത്തി ഒരു ആർക്ക് വരയ്ക്കുക. സെയിം റേഡിയസിൽ ആറിൽ കുത്തി ഒരു ആർക്ക് വരയ്ക്കുക. പിയിൽ കുത്തി ഞാൻ ഇനി ആർക്ക് വരയ്ക്കുന്നില്ല. കാര്യം എന്താ? പിയിൽ കുത്തി ഓൾറെഡി ഒരു ആർക്ക് വരച്ചിരുന്നു അല്ലേ. അപ്പം ഞാൻ അതേ ആർക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ പോണേ. അതേ ആർക്ക് സെറ്റ് ചെയ്യാൻ ഇവിടെ വെച്ചാലും പോരെ, കാര്യം ഈ ആർക്കിന്റെ റേഡിയസ് ഈ ആർക്കിന്റെ റേഡിയസ് ഒക്കെ സെയിം അല്ലേ. അതെ, ഞാൻ ചുമ്മാ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടെ വെക്കുന്നത്. നിങ്ങൾ സ്കെയിലിൽ എടുക്കുമ്പോൾ ഒരു ഫിക്സഡ് മെഷർമെന്റ് എടുത്തോ, അപ്പോൾ കുഴപ്പമില്ലോ. നമ്മൾ സ്കെയിലിൽ ഇപ്പം നിങ്ങളിപ്പോൾ എടുക്കുക 5 സെൻറ്റിമീറ്ററുള്ള ലൈനാണ് ഞാൻ എടുക്കുന്നത് എന്ന് വിചാരിച്ചേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ എപ്പോഴും നോക്കേണ്ട, ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്യാഞ്ഞത് കൊണ്ടാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് നോക്കിയപ്പോൾ ഇതാണ്. ഞാനൊന്ന് കൺഫേം ചെയ്യാൻ മുകളിലൂടെ വെച്ച് നോക്കണേ. പിയിൽ വെച്ച ആർക്ക് ഇത് തന്നെയായിരുന്നോ എന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. അതെ അതെ, കണ്ട കറക്റ്റ്. നമ്മളിനി ഒരു ലൈൻ വരയ്ക്കുന്നത് ചുമ്മാ ഒന്ന് വരച്ച് നോക്കി, കറക്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നില്ലേ. അതായത് കോമ്പസിൽ ഞാൻ സെയിം മെഷർമെൻറ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. സെയിം മെഷർമെൻറ്റ് എടുത്ത് എന്ത് ചെയ്യണം? ആറിൽ കുത്തി ഒരു ആർക്ക് വരയ്ക്കണം. എവിടെ? ഇവിടെ എവിടെ മക്കളെ വരച്ചേക്കുന്നേ? ഇവിടെ ഇതിൻ്റെ ഈ പി എന്ന് പറയുന്ന വരയുടെ ഏത് സൈഡിലാണ്? ഈ സൈഡിലാണ് അല്ലേ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വേണം ഈ പറ വരയ്ക്കാൻ അല്ലേ. ഓൾട്ടർനേറ്റ് അല്ല, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ എടുക്കുന്നില്ല, കാര്യം ഇതിൻ്റെ അകംഭാഗം അറിയില്ല. ഇതെന്താണ്? പി എന്ന് പറയുന്നതിൻ്റെ ലെഫ്റ്റിലാണ്, ലെഫ്റ്റിൽ താഴെ. അതായത് പിയുടെ ലെഫ്റ്റിൽ താഴെയുള്ളതും ആറിൻ്റെ ലെഫ്റ്റിൽ താഴെയുള്ളതും സെയിം ആണ്. അതായത് എന്താണ് ലോജിക്ക്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറയുന്ന ഒരു ലോജിക്ക് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് ആ ലോജിക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ പഠിച്ച ട്രയാങ്കിൾസിൽ പഠിച്ച ഓരോ ലോജിക്കും, അല്ലെങ്കിൽ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ പഠിച്ച ഓരോ ലോജിക്കും ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. ഞാൻ ആർക്ക് വരച്ചു. ഓക്കെ, ഇവിടുത്തെ അതേ ആംഗിൾ ആയിരിക്കില്ലേ ഇവിടെയും. കാര്യം എന്താ? പാരലൽ കോൺസെപ്റ്റ് അതാ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്നൊന്ന് എടുക്കാം. ഇവിടുത്തെ ആംഗിൾ അല്ല. അപ്പോൾ ഇവിടുത്തെ ആർക്ക് ലെങ്ത് ഒന്ന് എടുക്കാം. ശ്രദ്ധിച്ചോ മക്കളെ. അപ്പോൾ നമ്മൾ ആർക്ക് ലെങ്ത് എടുത്തു. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ്, ഏതൊക്കെയാണ് കോൺസെപ്റ്റ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആർ ഈക്വൽ, ട്രാൻസ്വേഴ്സൽ ആർ ഈക്വൽ, ഇന്റേണൽ ട്രാൻസ്വേഴ്സൽ ആർ ഈക്വൽ, പിന്നെന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആർ ഈക്വൽ, പിന്നെന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. വേണ്ടേ? അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ മെഷർമെൻറ്റ് എടുത്തു, നമ്മൾ ജോയിൻ ചെയ്യുന്നു, ആർക്ക് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ ആലോചിച്ച് പറ. ഇവിടെ എന്താ ചെയ്തത്? പി യു ആയിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ആർക്ക് എടുത്തു. ആർക്കിൽ കട്ട് ചെയ്ത പോയിന്റിനെയും പിയെയും കൂടെ ചേർത്ത് വരച്ചു. ഇവിടെ എന്താ? ഇവിടെ കട്ട് ചെയ്ത പോയിന്റിനും ആരെയും കൂടെ ചേർത്ത് വരയ്ക്കണം? ആറിനെയും കൂടെ. കാര്യം നമ്മൾ ആറിന് പാരലായിട്ടാണ് വരയ്ക്കാൻ പോയത്, ആറിൽ കൂടിയാണ് വരയ്ക്കാൻ പോയത് അല്ലേ. അപ്പം നമ്മൾ ആറിനെയും ഇപ്പോൾ കിട്ടിയ പോയിന്റിനെയും കൂടെ ചേർത്ത് അങ്ങോട്ട് വരച്ചു വെക്കുക. ഓക്കെ, കണ്ടോ? ഇതാണ് റിക്വയർഡ് പാരലൽ ലൈൻസ്. മനസ്സിലായ മക്കളെ? പ്രൊസീജിയർ എന്തായിരുന്നു ഒന്നുകൂടെ ഓർത്ത് നോക്കി. ഇവിടെ കൂട്ടിമുട്ടണവന് എസ് എന്ന് പേര് കൊടുക്കാനും പറഞ്ഞു, കൊടുത്തു. എന്തായിരുന്നു പ്രൊസീജിയർ? ആദ്യം ഒരു ലൈൻ വരച്ചു, ദെൻ എന്ത് ചെയ്തു? പുറത്തൊരു പോയിന്റ് പി എടുത്തു, അതിനെ ഈ ലൈനുമായി കണക്ട് ചെയ്യുന്നു. ക്യൂവിൽ കുത്തിയ ഒരു ആർക്ക്, സെയിം റേഡിയസ് പിയിൽ കുത്തിയ ഒരു ആർക്ക്. ഏത് ലോജിക്കാണ് യൂസ് ചെയ്തത്? ഓൾട്ടർനേറ്റ്. ഇവർ രണ്ടുപേരും ഈക്വൽ, പാരലിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ഈക്വൽ. ആ ലോജിക്ക് വെച്ച് ഇതും സെയിം മെഷർമെന്റ് എടുത്തു, കണക്ട് ചെയ്തപ്പോൾ എല്ലിന്റെ പാരൽ കിട്ടി. ദെൻ അതിന് എം എന്ന് പേര് കൊടുക്കുന്നു, അതിലൊരു ആർ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. ആറിനെയും പിന്നെയും കൂടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. പിയിൽ കുത്തി വരച്ച അതേ ആർക്ക് ആറിൽ കുത്തിയും വരക്കുന്നു. ഓക്കെ, പിയിൽ കുത്തി വരച്ച അതേ ആർക്ക് എവിടെ കുത്തിയും വരക്കുന്നു? ആറിൽ കുത്തിയും വരക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ മെഷർമെൻറ്റും സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇവിടുത്തെ ആർക്ക് ലെങ്തും സെയിം ആക്കുന്നു. അപ്പോൾ കിട്ടുന്ന പോയിന്റുമായി കണക്ട് ചെയ്ത് വരയ്ക്കുന്നു. അപ്പോൾ കിട്ടുന്നത് പി ക്യൂവിന് പാരലായ ലൈൻ ആയിരിക്കും. അതിൻ്റെ പേരാണ് എസ്. ഇവിടെ കൂട്ടിമുട്ടുന്നതിൻ്റെ പേരാണ് എന്ത്? എസ്.
മക്കൾ ഇന്നലെ പറഞ്ഞ പോലെ മിസ് പറയാണ്, നിങ്ങൾ നോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതി പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഓക്കെ, താങ്ക് യു.